ബി എം ജമാൽ പറഞ്ഞതിനെ എതിർത്തുകൊണ്ടായിരുന്നു തെളിവുകൾ താങ്കളുടെ കൈകളിലുണ്ട്, താങ്കൾ പുറത്തുവിടാൻ തയ്യാറാണ് എന്നുള്ള കാര്യം. തുടർന്നോളൂ. അതെ, അല്ല, ഞാൻ അതിൽ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാർ ഈ ഒരു കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത്, നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രസൻസ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അതിന് ഒരുപക്ഷെ മറ്റൊരു ഹൈന്ദവ ആരാധനാലയത്തിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, അവരെല്ലാവരും ചെയ്യുന്നത് അവരുടെ ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ പള്ളികളുടെ ഒക്കെ തന്നെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട, അതിന്റെ നിർവഹണവുമായി ബന്ധപ്പെട്ട, അതിന്റെ ആചാര പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് തീരുമാനമെടുക്കുന്നത്. ഇതര മതസ്ഥരുടെ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ പോവുകയോ അവരുടെ പ്രോപ്പർട്ടി ക്ലെയിം ചെയ്യുകയോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് പ്രധാനമാണ്. നേരെ മറിച്ച് വഖഫ് ബോർഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനോ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പരാതികളോ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പലതും അവർ ക്ലെയിം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അസംബന്ധമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഇതര മതവിഭാഗക്കാരുടെ പ്രോപ്പർട്ടിയൊക്കെ തന്നെ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പല പ്രധാനപ്പെട്ട ഹൈന്ദവ ക്ഷേത്രങ്ങൾ, അപ്പൊ അതിന്റെയൊക്കെ പഴക്കമൊക്കെ എത്രയാണെന്ന് നമുക്കറിയാം. അയോധ്യയിലെ രാമജന്മഭൂമി സ്ഥലം വഖഫാണ് എന്ന് ക്ലെയിം ചെയ്തതാണ്. മധുരയിൽ ഇപ്പോ അവിടെ ഒരു പ്രശ്നം ഓൾറെഡി നടക്കുന്നുണ്ട്, അത് ക്ലെയിം ചെയ്തതാണ്. ഗ്യാൻവാബി ഇതേപോലെ തന്നെ ക്ലെയിം ചെയ്തതാണ്. ഗുജറാത്തിലെ രുദ്രമഹാലയ ക്ഷേത്രം ഇതേപോലെ തന്നെ ക്ലെയിം ചെയ്തതാണ്. ഗുജറാത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സോമനാഥ് ക്ഷേത്രം അത് ക്ലെയിം ചെയ്തതാണ്. മധ്യപ്രദേശിലെ ധാർ സരസ്വതി ക്ഷേത്രം അത് വഖഫാണെന്ന് ക്ലെയിം ചെയ്തതാണ്. ഇനി ഇതര മതവിഭാഗങ്ങളുടേതുണ്ട്. ഇപ്പോൾ ഹരിയാനയിലെ യമുന നഗറിലുള്ള ഗുരുദ്വാര അത് സിഖ് മതവിഭാഗത്തിൻ്റെതാണ്, അത് ക്ലെയിം ചെയ്തതാണ്. ബേട്ട് ദ്വാരക ദ്വീപ് അത് ക്ലെയിം ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം തന്നെ ക്ലെയിം ചെയ്തിരിക്കുകയും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലപ്പോഴും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവുകയും ചെയ്തു. ഇനി അതും മാത്രമല്ല, നമ്മളിവിടെ ജനാധിപത്യ സംവിധാനം എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ക്ഷേത്രങ്ങളെയോ നമ്മുടെ ഈ പറയുന്ന ഗുരുദ്വാരകളെയോ വെറുതെ വിട്ടേക്കൂ. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ഡിസ്ട്രിക്റ്റിലുള്ള തിരുച്ചെന്തുറൈ വില്ലേജിന്റെ ആകെയുള്ള ഇതിന്റെ സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്ട് 380-480 ഏക്കർ സ്ഥലമാണ്. തമിഴ്നാട്ടിലുള്ള വഖഫ് ബോർഡ് ഈ എൻറ്റയർ സ്ഥലമാണ് വഖഫാണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തിരിക്കുന്നത്, എൻറ്റയർ സ്ഥലം. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കയ്യിൽ രേഖകളുണ്ട് എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രാറിന് ഫോർമലായിട്ട് കത്തയക്കുകയാണ്. ഇത് നടന്നിട്ട് അധികം വർഷമായിട്ടില്ല, 2 വർഷമേ ആയിട്ടുള്ളൂ. 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു എൻറ്റയർ വില്ലേജ് ക്ലെയിം ചെയ്തിരിക്കുകയാണ്. എന്തിന്റെ പേരിലാണ്? അവിടെയുള്ള ആൾക്കാരുടെ എല്ലാ പ്രോപ്പർട്ടിയും ഡീഡും എല്ലാ കാര്യങ്ങളും സാധുവല്ല, അതിനേക്കാൾ ഫസ്റ്റ് ഒറിജിൻ റൈറ്റ് ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞിട്ടാണോ? അതിനുശേഷം വന്നിരിക്കുന്ന മാറ്റം എന്തായിരുന്നു? അവർ ക്ലെയിം ചെയ്തത് എന്താണ്? ആർക്കെങ്കിലും അവിടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രയവിക്രയം നടത്തണമെങ്കിലോ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വരണമെങ്കിൽ ഈ വഖഫ് ബോർഡിന്റെ അടുത്ത് നിന്ന് വന്ന് NOC വാങ്ങണമെന്ന്, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന്. എന്നിട്ട് അവർ പറയുന്നു 1954 ഇതെല്ലാം തന്നെ സർവേ ചെയ്തിട്ട് അവർക്കായിട്ട് കൊടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ടെന്ന്. അവിടെ 1500 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു ഹൈന്ദവ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം ഇരിക്കുന്ന പ്രോപ്പർട്ടി ഉൾപ്പെടെ എൻറ്റയർ വില്ലേജ് ആണ് അങ്ങനെ ക്ലെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വിവിധ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഒരു ബോഡിയിൽ ഇരിക്കുന്ന ആൾക്കാർ ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കുകയും അതിന് യാതൊരു വിധത്തിലുള്ള ഡീഡുകളോ ഡോക്യുമെന്റുകളോ ഇല്ലാതെ ക്ലെയിം ചെയ്യുകയും അവർക്ക് തോന്നിയാൽ എന്നാണ്, അവർക്ക് ഫീൽ ചെയ്താൽ, അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് ക്ലെയിം ചെയ്യാം എന്ന് വന്നാൽ അതിനെ അവിടെ തന്നെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നിലവിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ മറ്റുള്ള ആൾക്കാരും അവിടെ വേണം. അതുകൊണ്ട് തന്നെ ഞാനതിൽ കരുതുന്നത് ഈ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതിയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലോങ് ഡ്യൂ ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ. ഒന്ന്, മാൻഡേറ്ററി വെരിഫിക്കേഷൻ. ഏതൊരു പ്രോപ്പർട്ടിയും വഖഫാണ് എന്ന് പറയുന്ന സമയത്ത് മാൻഡേറ്ററി ആയിട്ട് വെരിഫിക്കേഷൻ നടത്തിയേ പറ്റൂ. എന്തുകൊണ്ടാണ് മഞ്ജുഷ് മാൻഡേറ്ററി വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ കൊണ്ടുവരാൻ കാരണം എന്താണ്? കാരണം നേരത്തെ അത് ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി വഖഫായി മാറുമായിരുന്നു. അല്ല എങ്കിൽ എന്ത് ചെയ്യണം? ഓനസ് ആർക്കാണ്? ഓണർക്കാണ്. ഇപ്പൊ മഞ്ജുഷിന്റെ വീട് എന്റേതാണെന്ന് ഞാൻ ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? എനിക്കതിന്റെ ആധാരമുണ്ട് എന്ന് ഞാൻ പ്രൂവ് ചെയ്യണം, അല്ലാതെ മഞ്ജുഷ് അല്ല അത് തെളിയിക്കേണ്ടത്. നേരെ മറിച്ച് ഇവിടെ പക്ഷേ തിരിച്ചു കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണല്ലോ. അല്ലെങ്കിൽ ഇന്ന് ലോക്സഭയിൽ സംസാരിച്ച പ്രതിപക്ഷ MP-മാരും അതുപോലെ തന്നെ വെളിയിൽ ഇതേക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ മതസംഘടനകളുടെ, മുസ്ലിം മതസംഘടനകളുടെ നേതാക്കളും പിന്നെ വഖഫ് ബോർഡിൽ ഭാരവാഹികളായിട്ടിരുന്നവരുമൊക്കെ പറയുന്നത് മറിച്ചാണ്. ഈ വഖഫ് വസ്തുക്കൾ അന്യാധീനപ്പെട്ടു പോവുകയാണ് ചെയ്യാറുള്ളത് എന്നാണ്. അതായത് അതിന്റെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നാണ്. അല്ലാതെ അവിടെ നിന്ന് എൻക്രോച്ച്മെന്റ് ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതോ ക്ലെയിമിംഗ് വരുന്നുണ്ടോ എന്നുള്ള കാര്യമല്ല അവർ സംസാരിക്കുന്നത്. അല്ല, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കേസുകൾ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്ന ലീഗലായിട്ടുള്ള ഡിസ്പ്യൂട്ടുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നിയമത്തിൽ എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വേണമെങ്കിൽ ആ നിയമത്തിന്റെ സെക്ഷൻ 40 വേണമെങ്കിൽ 40, 85 വേണമെങ്കിൽ 85 എങ്ങനെയാണ് ഇവർക്ക് സമഗ്ര ആധിപത്യം നൽകുകയും മറ്റുള്ള ആൾക്കാരുടെ സ്റ്റേക്കിനെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നത് എന്നുള്ളത് ഈ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഇതിന്റെ 85ാമത്തെ സെക്ഷൻ അനുസരിച്ച് ബാർ ഓഫ് സിവിൽ കോർട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഇത് പരാതി പറയണമെങ്കിൽ നിങ്ങൾ മുകളിലത്തേക്കുള്ള കോടതികളിലേക്ക് പോകേണ്ടി വരും. അതായത് സുപ്രീം കോടതിയൊക്കെ തന്നെ നിങ്ങൾ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അതുണ്ടാവുകയാണ്.
അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, മാൻഡേറ്ററി വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഭേദഗതിയായിട്ട് വന്നാൽ അതിനർത്ഥം ഇതിനു മുൻപ് ആരെങ്കിലും അങ്ങനെ ക്ലെയിം ചെയ്തെടുത്തിരിക്കുന്നാൽ അതിൽ മാൻഡേറ്ററി വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല, നിങ്ങൾ ഇതുമായിട്ട് പോയി പ്രൂവ് ചെയ്യണമായിരുന്നു. ഒന്ന്, ഈ രാജ്യത്ത് മറ്റൊരു സ്ഥലത്തും ഇത് സംഭവിക്കുന്നത് ഇങ്ങനെയല്ല. രണ്ട്, ഇതിനെ കോടതിയിലേക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും എന്ന രീതിയിലേക്ക് വന്നു. ഏറ്റവും നല്ല കാര്യം, സ്വാഗതാർഹമായിട്ടുള്ള കാര്യം. ഇതിനെയൊക്കെ എന്തിനാണ് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ എതിർക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇതൊരു ജനാധിപത്യ മതേതര രാജ്യത്ത് ഉണ്ടാകേണ്ടുന്ന സാമാന്യമായിട്ടുള്ള നിയമങ്ങളാണ്. ഇനി അടുത്തത്, ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വഖഫ് ആകാൻ പാടില്ല. പാസ്റ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും പ്രസന്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വഖഫ് ആകാൻ പാടില്ല. അതൊക്കെ ലോജിക്കലായിട്ടുള്ള കാര്യമല്ലേ? അതല്ല എങ്കിൽ ഈ പറയുന്നത് പോലെ കോടതി എന്നോ സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ടി വരും. ഇപ്പൊ ഞാൻ വായിച്ച ഒരു ക്ലെയിം അനുസരിച്ച് ഡൽഹിയിലെ, കറക്റ്റാണെന്ന് എനിക്കറിയില്ല, സബ്ജക്ട് ടു കറക്ഷൻ, ഡൽഹി ലാൻഡിന്റെ 77% വഖഫ് ലാൻഡാണ് എന്ന് പല രീതിയിലുള്ള ക്ലെയിം വന്നിരിക്കുന്നുണ്ട്. ആ പറഞ്ഞിരിക്കുന്നതിൽ സുപ്രീം കോടതി ഇരിക്കുന്ന സ്ഥലങ്ങളോ സെൻട്രൽ വിസ്റ്റ ഇരിക്കുന്ന സ്ഥലങ്ങളോ ഉൾപ്പെടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അധികാരം, അതേപോലെ തന്നെ പല അധികാരങ്ങൾ നോക്കൂ. ഇതിന്റെ ഒരു പ്രോപ്പർട്ടി ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് സർവേ നടത്തി കൊടുക്കേണ്ടത് ആരാണ്? ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് സർവേ നടത്തി കൊടുക്കേണ്ടത് ആരാണ്? സർക്കാരാണ്. അതിന്റെ ചെലവ് പൂർണ്ണമായിട്ട് വഹിക്കേണ്ടത് ആരാണ്? സർക്കാരാണ്. അങ്ങനെ സർക്കാർ പൂർണ്ണമായിട്ടും ചെയ്യുകയും അതിന്റെ സർവേയുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം പോലും ഇല്ലാത്ത രീതിയിലേക്ക് ഇത് പോകുന്നു. സർക്കാർ പണം മുടക്കുന്നു. ആർട്ടിക്കിൾ 27 പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള മെയിൻ്റനൻസിന്റെ ഒരൊറ്റ കാര്യത്തിനും നിങ്ങളുടെ ടാക്സ് പണം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ വരുന്നു. സെക്ഷൻ 28 നോക്കൂ. 28 അനുസരിച്ച് വഖഫ് ബോർഡിന് നേരിട്ട് കളക്ടർക്ക് നിർദ്ദേശങ്ങൾ നൽകി കളക്ടറെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള അധികാരമുണ്ട്. അതേപോലെ തന്നെ തമിഴ്നാട്ടിലും മറ്റും നേരത്തെ പറഞ്ഞതുപോലെ സബ് രജിസ്ട്രാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മതി, അവർക്കതങ്ങ് ക്ലെയിം ചെയ്യാം. ആ രീതിയിലേക്ക് ഉണ്ടാകാൻ പാടില്ല. ഇത് നമ്മുടെ നാട്ടിലുള്ള മതത്തിനെ എല്ലാം തന്നെ അങ്ങോട്ട് മാറ്റിവെച്ചോളൂ. നമ്മുടെ നാട്ടിലുള്ള ലാൻഡിന്റെ വിനിയോഗം എന്ന് പറയുന്നത് വളരെ പ്രോപ്പർ ആവുക, വളരെ സെൻസിബിൾ ആവുക എന്നതുമായി ബന്ധപ്പെട്ട് ഈ പരിഷ്കാരം അത്യന്താപേക്ഷിതമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി കൈവശം വെച്ചിരിക്കുന്ന മൂന്നാമത്തെ എൻറ്റിറ്റി എന്ന് പറയുന്നത് വഖഫാണ്. ഈ നമ്മളെ എല്ലാ സ്റ്റേറ്റിലുമുള്ള വഖഫിനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് റെയിൽവേയും രണ്ടാമത്തെ സ്വത്തുക്കൾ കൈവശം വെച്ചിരിക്കുന്നതിന്റെ കാര്യത്തിൽ ഏതാണ്ട് 9 ലക്ഷം ഏക്കറോളം വരുമെന്നുള്ളതാണ് ഏകദേശ കണക്ക്. അത് 8 ലക്ഷം ആയിരുന്നുവെങ്കിൽ അങ്ങനെ വരുമോ മഞ്ജുഷ്? ഏക്കറേജ് കണക്കനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞതിനകത്ത് 480 ഏക്കറാണ്. 480 ഏക്കർ എന്ന് പറയുന്നത് തിരുച്ചെന്തുറൈ വില്ലേജ് ആണ്. കിട്ടും. ശരി, ശ്രീ രാഹുൽ ഈശ്വർ.